Hi friends, assalamu alaikum. Welcome back to my channel. A warm welcome to Sonri's channel after a long time. Yes. അങ്ങനെ നമ്മുടെ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയിരിക്കുകയാണ്. എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനും ഫ്രീ ആയി, ഫുൾ ഫ്രീ ആയി. അപ്പം എന്ത് വിചാരിച്ച് നിങ്ങൾ എപ്പോഴും എന്നോട് രണ്ട് റെസിപ്പി ചോദിക്കാറുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എപ്പോഴും ചോദിക്കും, പക്ഷെ അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാതെ അത് രണ്ട് ഇന്ന് തന്നെ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ച്. So basically you're gonna shoot a day in your life, അല്ലേ? A day in your life. അതന്നെ, ആ സാധനം അതിൽ തന്നെ അത് രണ്ടെണ്ണം കാണിച്ചെന്നെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വീഡിയോ ഇടണ്ട. എന്താണ് സോണിന്റെ സ്പെഷ്യൽ സാമ്പാർ? ഇറ്റ്സ് വെരി ഫേമസ്. ഈ ഒരു ഏരിയയിലും ഫാമിലിയിലും ഫുൾ ഫേമസ് ആണ് സോണിന്റെ സാമ്പാർ. എല്ലാവർക്കും ഇഷ്ടമാണ്. അജിക ആന്റി, അങ്കിൾ, പപ്പ, ബേബിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും. അപ്പോൾ മുമ്പ് പുളിയൊക്കെ കുറച്ച് കൂടുതൽ ഇടുമായിരുന്നു. ഇപ്പൊ അത് കുറച്ച് എനിക്ക് വേണ്ടിയിട്ട്, ബിക്കോസ് എനിക്ക് അത്ര പുളി ഇഷ്ടമല്ല സാമ്പാറിൽ. ഇപ്പൊ പുളിയൊക്കെ ഓക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും പിന്നെ നമ്മൾ ഇഡ്ലിക്ക് ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തി, ഇങ്ങനെ ചട്ടണി അല്ല, ചമ്മന്തി, തക്കാളി ചമ്മന്തി. അതും ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ മഷുവിന്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നത് ഇതുപോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ അന്ന് ഒരു വീഡിയോ ഒക്കെ ഇടുന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ഇത് രണ്ടും തന്നെ കാണിക്കാം, അതും കാണിക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ എല്ലാ പിള്ളേരും ഉണ്ട്, അറിയാലോ, കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണിക്കാം. Okay guys, അപ്പോൾ let's get into the video. Wow, the smooth idli is ready. നമ്മുടെ വീട്ടിലത്തെ ഇഡ്ഡലിയാണ് പൊളി. ഞാൻ പണ്ട് ഒരു കാലത്ത് അപ്പൊ എല്ലാരും 10 ഇഡ്ഡലിയാണ് ഞങ്ങളുടെ ഇഡ്ഡലി ഇത്രേ ഉള്ളൂ, ദൊഡ്ഡലിയല്ല. അപ്പൊ ഇഡ്ഡലി ഞാൻ റെഡിയാക്കി അടുത്ത തട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചമ്മന്തിയും റെഡിയാക്കാനാണ്. ഇത് ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെ? ടൊമാറ്റോ, അനിയൻസ്, ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ എൻ്റെ അടിയിലാണ്. ഇച്ചിരിയാണോ അതിട്ട്? ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഒരു ചെറിയ അല്ലി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത്രയുള്ളൊരു ഇഞ്ചി. സോനന് ഇഷ്ടമല്ല ഇഞ്ചി, അങ്ങനെ കുത്തൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അത്യാവശ്യം. അപ്പൊ നമ്മുടെ തക്കാളി ചട്ടിക്ക് വേണ്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണത്. അപ്പൊ മല്ലിയില ഇട്ടിട്ടുണ്ട്, വേപ്പില ഇടാം. ഞാൻ വേപ്പില ഇട്ടിട്ടില്ല ഗൈസ്, എനിക്കിഷ്ടമല്ല ഒന്നും. ആവശ്യം നമുക്കിപ്പോ ടേസ്റ്റ് വേപ്പിലൊക്കെ മെയിൻ അല്ലേ? ഇപ്പൊ ഇപ്പൊ ജീരകക്കഞ്ഞി ഉണ്ടാക്കണെങ്കിൽ ജീരകം മെയിനാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ജീരകം അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇടും, അതെന്ന് വെച്ചാൽ അത് മെയിനാണ്. മെയിൻ സംഭവത്തിന്റെ മെയിൻ സാധനങ്ങളെല്ലാം ഇടും. ഇത് ഓപ്ഷണൽ അല്ലേ? വേണമെങ്കിൽ ആ ടേസ്റ്റ് അത്ര ഇത് വേണ്ടെങ്കിൽ ഇടൂലല്ലോ. അപ്പൊ അതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പൊ തക്കാളി ചട്നിക്കുള്ള ഇൻഗ്രീഡിയന്റ് ഇതാണ്. ഇത്രേ ഉള്ളൂ. മറ്റേ അത് കടല, പൊട്ടുകടല, അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്. അപ്പൊ കാണിക്കാലോ ഇല്ല. ഈ നമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇട്ടിട്ട് ബാക്കി സംഭവങ്ങൾ കാണിച്ചു തരാം. ഗ്യാസ് ഓണല്ലേ നോക്കിയത്, ഇങ്ങനെ വലിയ കാര്യത്തിലുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓയിലുണ്ട്. ഓയിൽ ഡിസ്പെൻസർ ഇത് ഞാൻ ബോട്ടിൽ മേടിച്ചത്. അപ്പൊ ഓയിൽ കം ഡിസ്പെൻസർ ഇത് അതന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ. അതിലോട്ട് ഒഴിക്കണ്ട. ഓയിൽ ഒഴിക്കുക. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇവന്റെ ഒക്കെ കഴിഞ്ഞു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. മഷുവിന്റെ ഒക്കെ മറ്റേ ഹെൽത്തി boiled egg, dates and peanut butter and all. അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ നാടൻ. അതാണ് ടേസ്റ്റ്. ഇന്നലെ ഞാൻ ദോശയും ഇതുപോലെ ഈ ചമ്മന്തി ഉണ്ടാക്കിയ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. തട്ടുകട പോലെ ആയിരുന്നു. ഒരു ദിവസം ഇനി ഒരു ദിവസം ഞാൻ ഓടി നടക്കണായിരുന്നു ദോശയുടെ പുറകെ. ചൂടാവണുണ്ട്. ഇതെന്ത് കടല? പൊട്ടുകടല. മമ്മ കഴിക്കും. മമ്മ നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ വെറുതെ സ്നാക്സ് ആയിട്ട് മമ്മ കഴിക്കാൻ. പൊട്ടുകടല പൊട്ടാറ് ഒന്നും മൂത്തിട്ടില്ല. അപ്പോഴേക്കും ഇതൊക്കെ എടുത്ത് വെച്ചൂടെ ആദ്യമേ? ഓടിയാ എടുക്കണേ. കുറച്ച് കടുകിടുക. നമ്മളിപ്പോ ഞാൻ എടുത്തതില് ഇല്ലാത്ത ഐറ്റം എന്ന് പറയണത് ഈ മുളക്. ഞാൻ പച്ചമുളകല്ല ഇട്ടേക്കണം, ഉണക്കമുളക് ഇട്ടാണ്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം എരിവിന്. ആ മുളകും പിന്നെ ഈ പറഞ്ഞ പൊട്ടുകടല അത് ഇച്ചിരി ഇട്ടാ മതി കേട്ടോ, ഇന്നലെ കൂടിപ്പോയി. അത് ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. പക്ഷെ അതിന്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കണം. ആദ്യം നമുക്ക് പൊട്ടുകടല. ഇത് ഇപ്പൊ വേണ്ടത്ര ഇട്ടോ, നിങ്ങളല്ലേ കഴിക്കണേ.
പൊട്ടുകടല. അതാണ് നമ്മൾ ഒരു കുറുക്ക് വന്നായിട്ട് ഫ്ലേവർ അതിൻ്റെ ഒരു കരകര ഉണ്ടാവല്ലോ കഴിക്കുമ്പോൾ, അത് ഇതാണ് പൊട്ടുകടല. പൊട്ടുകടല ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം. അതിപ്പോൾ തന്നെ ആവും, ബിക്കോസ് പൊട്ടുകടല ആയതുകൊണ്ട്. പൊട്ടുകടല പെട്ടെന്നാണ് മൂക്കണം. ആ പെട്ടെന്നാവും, പെട്ടെന്ന് ബ്രൗണോ, പെട്ടെന്ന് കത്തിപ്പോവും. ഒന്ന് കണ്ണിരിഞ്ഞ് അങ്ങടിക്കാന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ. അത് തന്നെ അപ്പം തന്നെ കത്തിപ്പോവും. ഇനി ബാക്കി നമുക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഇവിടെയൊക്കെ ബ്രൗൺ ആയത് കണ്ട പെട്ടെന്നായി. ഇതിങ്ങനെ ഫ്രൈ ആക്കി തിന്നാൻ എങ്ങനെ ഉണ്ടാവും? മഴയൊക്കെ തിന്നാൻ നല്ല രസമുണ്ടോ? ഇത്ര എണ്ണ ഇത്ര പോലെ എന്തോ എന്തിൻ്റെ ഒരു സ്നാക്കിൻ്റെ മണം. പരിപ്പോടയാ? പരിപ്പോട, മൂങ്കാല്, അതിൻ്റെ ഒരു മണം. ഇതെല്ലാം കൂടെ ഇടാം, ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. അതാണ് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കി ചെയ്യുക. പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതെ. എന്നിട്ട് ഇത് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിലിപ്പോൾ നമുക്ക് കേൾക്കണ്ടോ പറയണം? ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് പറ. ഇതിലൂടെ നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് സോൾട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഈ സോൾട്ട് ഇട്ട ശേഷം നമുക്ക് പിന്നെ 2 സാധനം കൂടെ കുറച്ച് ആഡ് ചെയ്യാനുള്ളൂ. കഴിഞ്ഞ് അത്രേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അത്രേ ഉള്ളൂ. അതും കൂടി ഇട്ടാൽ അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് നേരം ഇങ്ങോട്ട് കാണിക്കണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇടാം, അല്ലെങ്കിൽ ഇളക്കി കൊടുക്കട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചൊന്ന് വാടിയിട്ട് ഇട്ടാലും മതി. അങ്ങനെ ടൈമില്ലാത്തവർക്കാണെങ്കിൽ ആദ്യം വെക്കും. എന്നെപ്പോലെ ഭയങ്കര ഫുൾ ബിസിയാണ്. ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഗരം മസാല, കുറച്ച് മതി. അതിലായ എൻ്റെ ഫ്ലേവറും വരും. ആ ഒരു തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് പോവും. ഇത്രേ ഉള്ളൂ. ഇതാണ് തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി. ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് ആറിക്കഴിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. താളിക്കാൻ പിടിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. ഇത് തന്നെ, ഇത് വാടി കഴിയില്ല. നീ മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത് സോനു പറഞ്ഞ പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. സോനോട് അടുത്ത സെറ്റ് ഇഡ്ഡലി എടുത്തുകൊണ്ടിരിക്കുക. കുട്ടാപ്പി ക്യാറ്റ് കാണാൻ വേണ്ടി ക്യാറ്റിനെ കാണിച്ചു തരാം അമ്മേ. അപ്പൊ ഇത് അടിച്ചെടുത്തോ മിക്സിയിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണതാണ്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സൈഗുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്, ട്യൂഷൻ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടീം ഇൻ്റർവെലിൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടീം ഇൻ്റർവെലിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് അറ്റൻഡ് ചെയ്യണതെന്ന്. സുനു ആയാലും സൈഗു ആയാലും നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ, നമുക്ക് എല്ലാവർക്കും ടെൻഷനായിരുന്നു. പക്ഷേ ഈ ടീമിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഭയങ്കര സമാധാനം. എന്താ വെച്ചാൽ ആ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പിൻ്റെ തിരക്കുകളും കാര്യങ്ങൾ പ്രിപ്പറേഷൻ ഈ മാർച്ച് ടൈമിൽ വന്നത് ഭയങ്കര ടഫായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ടഫ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ആ ഇതിൽ പോയി. ടീം ഇൻ്റർവെലിൻ്റെ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സൈഗുന് തന്നെ പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റാണ്. ഇപ്പോൾ നമുക്ക് സ്കൂളിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടീച്ചറിന് 10-40 പിള്ളേരോ 60 പിള്ളേർ, ചില ക്ലാസ്സിലൊക്കെ 60 പിള്ളേർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേരായിരിക്കും ടീച്ചേഴ്സ് കൂടുതൽ നോക്കണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ അവരെ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാനും. ഇപ്പോൾ സൈഗിനെ പോലെ കുട്ടികൾക്കാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പാമ്പർ ചെയ്തൊക്കെ പഠിപ്പിക്കണം. ആണോ ഇനി അത് വായിച്ചേ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ ടീച്ചേഴ്സ് ഓരോ കുട്ടികളുടെ നീഡ് അനുസരിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണേ. അപ്പോൾ സൈഗുവിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. നല്ല ഇതിൽ പോകണുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. We see many things around us. All these things are living things and
Non-living things. things. Living Okay, things so here life. No. yes, living thing have life. ഇപ്പോൾ ഇതാ സൈഗുൻ്റെ ക്ലാസ് കണ്ടല്ലോ, അവൻ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കണതെന്ന്. വെക്കേഷൻ ക്ലാസ് ആണെങ്കിലും അവൻ്റെ ആ ഒരു ടൈമിൽ ഒരു കിട്ടുന്നുണ്ട് ടൈം. എന്നാലും കുറഞ്ഞൊരു ടൈമിലാണ് അവൻ ആ ക്ലാസ് വേണ്ടി മാറ്റി വെക്കുന്നത്. ടൈം ആകുമ്പോൾ അവൻ തന്നെ വന്ന് ഇങ്ങോട്ട് ചോദിക്കും ക്ലാസ്സിൻ്റെ ടൈം ആയെന്ന് വെച്ചാൽ. ടീച്ചേഴ്സ് ആണെങ്കിൽ അത്ര ഫ്രണ്ട്ലിയാണ്, ഞാൻ പറഞ്ഞല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ക്ലാസ് പോകുന്നത്. പിന്നെ അവന് മാത്രം ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു കംഫർട്ടാണ് ക്ലാസ്സിലിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അവൻ്റെ ഒരു കംഫർട്ടിൽ തന്നെ പോണത്. സൈഗു ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഇനി തേർഡ് സ്റ്റാൻഡേർഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രായത്തിന് തന്നെ അവർക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്ത് തുടങ്ങിയ, അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് അതതായ വലിയ ക്ലാസ്സിലൊക്കെ എത്ര സമയത്ത് അവർക്ക് എങ്ങനെ സ്റ്റഡീസിൽ എങ്ങനെ എക്സാം പോകണം, പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിക്കേണ്ടത്, അതൊക്കെ ഓരോ കാര്യത്തിൽ കൺഫ്യൂഷനാവും. പിന്നെ കുറേ ബേസിക് ഇഷ്യൂസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുപ്പം പോലെയാണ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും. ഇപ്പോൾ സൈഗു അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഒക്കെ 8th 9th ഒക്കെയാണ് ട്യൂഷനൊക്കെ ആയിട്ട് പോകണത്. പക്ഷേ അവന് അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇൻ്റർവെല്ലിൽ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഈ സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ CBSE ആയാലും ICSE ആയാലും സ്റ്റേറ്റ്സ് ആണെങ്കിലും ഏതെങ്കിലും ആ ഒരു അതായ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സർവീസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ടെർമിനൽ ചാപ്റ്റർ വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ടേം എക്സാം കഴിയുമ്പോൾ സമയത്തേക്ക് പാരൻസ് മീറ്റിങ്ങും ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും. ആ എക്സാം അല്ല, നമ്മുടെ കുട്ടികൾക്ക് ലെവല് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആ ലെവൽ ബേസ് മനസ്സിലാക്കാനും അവരുടെ സ്റ്റഡീസിൽ എവിടെയൊക്കെയാണ് പുറകോട്ട് നിൽക്കുന്നത്, അവർക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് വീക്കായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മുടെ കുട്ടികൾക്ക് കുറിച്ച് അവരെ ഒരു കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരു ഡെമോ ക്ലാസ് അവരോട് സെറ്റ് ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് ടീച്ചർ ഓക്കെ ആണോ, എങ്ങനെയാണ് കണ്ടിന്യൂ ആക്കിയിട്ട് ടീച്ചേഴ്സിന് തന്നെ അസൈൻമെൻറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഒരു അക്കാഡമിക് കാലണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നെയുണ്ട്. എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പോർഷനാണ് കവർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാരൻസിന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അക്കാഡമിക് കാലണ്ടർ സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് അവർ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതൊരു വെക്കേഷൻ ടൈമിൽ മാത്രം കൊടുക്കുന്ന കോഴ്സല്ല, ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ്ലി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലാണ് അവർക്ക് ടെൻഷൻ ഇല്ലാതെ അവർക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് അവർക്ക് അതൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ 1 month 2 month ഒക്കെ ഈ ഒരു ഗ്യാപ്പ് വരും സമയം. നമുക്കൊന്ന് വെക്കേഷനാണല്ലോ, അപ്പോൾ മക്കൾ പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് അവർക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനാണ് നല്ലൊരു ബേസായിട്ട് നമുക്കിത് കൊടുക്കാം. ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ഒരു സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻ മാത്രമല്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അത് ക്ലിയർ ചെയ്ത രീതിയിൽ ഫങ്ഷണലായിട്ട് പറഞ്ഞ് കോഴ്സ് കൂടി അവർക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഒരു അസസ്മെൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു അസസ്മെൻറ്റ് ഏത് എടുക്കാവുന്ന സമയത്ത് നമ്മൾക്ക് മക്കൾക്ക് എഴുതാം. ഏതോ സമയത്തും ഇപ്പോൾ വായിക്കാൻ, അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് നോളജ് ഉണ്ട്. ആ ഒരു ബേസിക് കാര്യങ്ങൾ കുട്ടിക്ക് അറിയില്ല എന്നെങ്കിൽ ആ കുട്ടിക്ക് എത്ര തന്നെ ശ്രമിച്ചാലും കാര്യമില്ല, കുട്ടിക്ക് എവിടെ അക്കാഡമിക്കലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിയുടെ ബേസിക് ഇഷ്യൂ ആണ് ഫേസ് ചെയ്യണത്. അതായത് കുട്ടിക്ക് അങ്ങനെ ബേസിക് ഇഷ്യൂ ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ അതിനുവേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് മക്കൾക്ക് നമുക്ക് പുതിയൊരു സ്റ്റാർട്ടായിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനൊരു ബേസിക് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കോൺഫിഡൻസ് അവിടെ കുറവായിരിക്കും. പിന്നെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിയുമായിരിക്കും. ഇപ്പോൾ തെറ്റിപ്പോവോ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ, എത്ര ചെയ്ത് കഴിഞ്ഞാലും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാതെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ അടുത്ത വർഷത്തിലാവുമ്പോഴത്തേക്കും അത് ക്ലിയർ
ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു വെക്കേഷൻ ടൈം തന്നെയാണ്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അതിപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മാത്സ്, ഫ്രഞ്ച് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത ക്ലാസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ മാത്രം ക്ലാസ് മതിയെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ടും ക്ലാസ് എടുക്കും. ഇനിയിപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ക്ലാസ് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇനി ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അവരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ മക്കളുടെ വീട്ടിലിരുന്ന് തന്നെ അതല്ല ഇത്തരത്തിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പാരൻസിനായാലും ഭയങ്കര കംഫർട്ടായിരിക്കും. ഇപ്പോഴത്തെ കുറേ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ മക്കൾക്ക് പുറത്തുപോയി കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അധികം വേണ്ട. നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ നോക്കുകയും ചെയ്യാം. അവരുടെ സ്റ്റഡീസ് ആണെങ്കിലും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് വർക്കിംഗ് പാരൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കും മക്കളുടെ എഡ്യൂക്കേഷനിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത കേസസ് ഉണ്ടാവും. അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ടെൻഷനായിരിക്കും, എങ്ങനെയാണ് അവരുടെ സ്റ്റഡീസൊക്കെ പോണത്, നമുക്കിരുന്ന് കൊടുക്കാനും സമയം കിട്ടുന്നില്ല, വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റാണോ തെറ്റാണോ അങ്ങനെ കൺഫ്യൂഷനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിലുണ്ടാകുമ്പോൾ തന്നെ എന്തിനാ പിന്നെ നമ്മളിങ്ങനെ ടെൻഷൻ ആവണത്? എല്ലാ കാര്യങ്ങളും നമ്മളെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊരു പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് ക്ലാസ്സൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നത് തന്നെ. ഇൻ്റർവെല്ലിൻ്റെ സർവീസ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഇന്ത്യയിലും GCC കൺട്രീസിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സും അത്രയും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സുമാണ് ഈ ഒരു ക്ലാസ്സസൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സസൊക്കെ ഇൻ്റർവെൽ ലേണിംഗ് ആപ്പ് ത്രൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവർ പഠിച്ചതോ അല്ലെങ്കിൽ നേരത്തെ കേട്ട ക്ലാസ്സോ ഒന്നും കൂടി കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ ആ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും ടീം ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്യാം ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അവിടെ കയറി നോക്കാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാനാണെങ്കിൽ 20% അപ് ടു 20% ഡിസ്കൗണ്ടും കിട്ടണതാണ് ഫീൽ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ നോക്കി ചെക്ക് ചെയ്യും. എൻ്റെ സാമ്പാറിനുള്ള പരിപാടികൾ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. യുവർ വേർഷൻ ഓഫ് സാമ്പാർ. എൻ്റെ വേർഷൻ ഓഫ് സാമ്പാർ. കടലപ്പരിപ്പിട്ട് ഇത് ഏതോ പരിപ്പിട്ടാലും കുഴപ്പമില്ല. കടലപ്പരിപ്പ് ഒന്ന് കാണിച്ചേ. കടലപ്പരിപ്പ് നമുക്ക് കുറച്ച് വലുതായിരിക്കും, മനസ്സിലായേ? അപ്പോൾ കുറച്ച് നമുക്ക് തിക്നെസ് ഒക്കെ കൂടുതൽ കിട്ടും. കടലപ്പരിപ്പിട്ട് എന്താ ഈ സാധനത്തിൻ്റെ പേര്, മത്തങ്ങ, പംകിൻ, അതും ഇട്ടിട്ട് ആദ്യം ഞാനത് വേവിക്കാൻ വെക്കും. ഉപ്പിടോ? അല്ലേ ഉപ്പിടാൻ വേണ്ടി ഇപ്പുറത്ത് വേറെ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ പച്ചക്കറി? ഉപ്പിട്ട് എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കും. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ആ സമയത്തേക്ക് ആവുമല്ലോ ഈ വെന്ത് കിട്ടുമ്പോൾ. ടൈം സേവിങ്. ഇതാകുമ്പോൾ ഒരു കുറുക്കുണ്ടോ നമ്മുടെ സാമ്പാറിന്. ഈ മത്തങ്ങയും പരിപ്പും കൂടി ആകുമ്പോൾ ജീരകത്തെ ഫാക്ടറിയാ. സേറ പറഞ്ഞു നല്ല ടേസ്റ്റാ. പക്ഷെ നമ്മളൊരു സ്പൂൺ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ളത്. അപ്പൊ അവിടെ ജീരക ഫാക്ടറിയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. ചിലവര് എന്താണോ ഇത് ലേഡി ഫിംഗർ, വെണ്ടക്ക എന്ത് ചെയ്യും, വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് അരി ഇടുന്നത് എന്ന് വെച്ചാൽ ആ വഴുവഴുപ്പും അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഞാൻ ഈ കറിയിൽ തന്നെ ഇടും. ബിക്കോസ് നമുക്ക് വേണ്ടത് കുറച്ച് കുറുകി ഇങ്ങനെ പോലത്തെ സംഭവം വേണ്ടത്. മഷൂര അത്ര കുറുക്ക് ഇഷ്ടമല്ല, എന്നാലും ഒരു മീഡിയം കുറുക്ക്. അപ്പം ഞാൻ ഇതിൽ തന്നെയാണ് ഇടുന്നത്. ചിലർ വഴുതനങ്ങ വാട്ടും, തക്കാളി വാട്ടും, വെണ്ടക്ക വാട്ടും വെളിച്ചെണ്ണ, എന്നിട്ടാണ് ലാസ്റ്റ് അതിലോട്ട് ഇടുള്ളൂ. ഞാൻ ആദ്യമേ ഇടും. അപ്പം അങ്ങനെ ഇതിപ്പോ പച്ചക്ക ഞാൻ അരിഞ്ഞിട്ട് വെണ്ടക്ക ഇട്ട് വെള്ളിരി അല്ല കുമ്പളങ്ങ, എന്റെ ഫേവറേറ്റ് ഐറ്റം ഇല്ല, പടവലങ്ങ ഇല്ല. അപ്പൊ ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്താണ് അത് എടുത്ത് വെട്ടിയിട്ട് ശേഷം അത് ക്ലീൻ ആക്കിയിട്ടാണ് അരിഞ്ഞിടുന്നത്. അങ്ങനെയാണ് എന്റെ പരിപാടി. ഈ തൊലി കളയുക, കഴുകുക, അരിഞ്ഞിടുക. അത് എന്റെ ഒരു ശീലമായിരിക്കും.
മാറ്റാൻ പറ്റൂല. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് അരിഞ്ഞ്. അപ്പൊ അതെന്താ ഇല്ലാത്ത? എന്റെ ഫേവറേറ്റ് എന്താ ഇല്ലാത്ത? ചിലപ്പോ അവിടെ ഉണ്ടാവൂലായിരിക്കും. അതാണ് എനിക്കിഷ്ടം. ഫുൾ പച്ചക്കറി കടയാണെങ്കിൽ എല്ലാ കഷ്ണവും ഒരു കിട്ടൊക്കെ കിട്ടുമല്ല. ഇങ്ങനെ എല്ലാ പച്ചക്കറിയുള്ള കടയിലാണെങ്കിൽ നമുക്ക് എല്ലാ കഷ്ണം കിട്ടും. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടയിൽ എല്ലാം കിട്ടൂല, ഓരോ സമയത്തും ഓരോന്നും അങ്ങനെ ആയിരിക്കും വന്നത്. ഇതില് ഇതുണ്ട്, കോവക്ക ഉണ്ട്, ചേനയുണ്ട്. എല്ലാം നീ ഒന്നിച്ച് അതിലിടോ അരിഞ്ഞിട്ട്? എല്ലാം ഇതിൽ തന്നെ ഇടും, കഴുകി മരിഞ്ഞിടും. ഇത് വെന്ത് കഴിയുമ്പോ ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേറെ പാത്രത്തിൽ പിന്നെ നമ്മുടെ പൊടികളൊക്കെ വാട്ടിയിട്ട് ഇടും. അപ്പൊ എല്ലാം ഞാൻ അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഞാൻ വിളിക്കാം. യെസ്, അപ്പൊ ഞാൻ നേരത്തെ കുക്കറിൽ വെച്ചില്ലേ മത്തങ്ങയും പരിപ്പും, അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പച്ചക്കറി ഇട്ട് ഒരു വിസിലിന് വേവിച്ച്. എന്നിട്ട് പാത്രം നമുക്ക് തികയൂല, കുക്കറിൽ നമുക്ക് വെള്ളം തികയൂലല്ലോ. അപ്പൊ ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇട്ട്, വേറെ പാത്രത്തിലിട്ട ശേഷം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇപ്പൊ ഈ കുറുക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ കുറുക്കോടെ തന്നെ എടുക്കാം. ഈ പൊടികളൊക്കെ ഞാൻ വാട്ടിയിട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിന് താളിക്കണ പൊടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണേ. ആദ്യം ഇതിലേക്ക് നമുക്ക് കടുകിടാം, പൊട്ടിത്തെറിക്കും. സുഖമാണ് ഇപ്പോൾ ക്യാമറ. കടുകിട്ട് ഇനി വേപ്പില, ഇനി റെഡ് മുളക്, പിന്നെ ഈ മുരിങ്ങാക്കോല് ഞാൻ ആ വേവിക്കുന്ന കൂട്ടത്തിലിടൂല, ഈ കൂട്ടത്തിലിട, ഈ കൂട്ടത്തിൽ തന്നെ വെന്തോളൂ. ഇനി നമുക്ക് ഇനി ഇതിലോട്ട് പൊടികൾ ഇട്ടുകൊടുക്കാൻ, പൊടികൾ താളിക്കാം. അപ്പം ഞാൻ എല്ലാ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പൊടിക്കരിക്കും. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ പൊടിയൊക്കെ വാട്ടിയിട്ടാണ് എടുക്കണം. ഇത് സാമ്പാർ പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായം. സാമ്പാർ പൊടി തന്നെ എല്ലാം ഉണ്ടാവും എന്ന് പറയാനുണ്ട്, എല്ലാം ഉണ്ടാവും, എല്ലാം മിക്സ് ആയിട്ടാണ് സാമ്പാർ പൊടി. എന്നാലും ഞാൻ കുറച്ചും കൂടി എൻ്റെ ഇതിലിടും. സാമ്പാർ പൊടിയാണ് കുറച്ച് കൂടുതലുള്ളത്. എല്ലാ പൊടികളും ഇട്ടിട്ട് വാട്ടിയിട്ട് നമുക്ക് ഈ സാമ്പാറിലോട്ട് ഇടണം. അപ്പോൾ വാട്ടുന്നത് നല്ലൊരു മണം വരും. ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയിട്ട് വേണം നമുക്ക് സാമ്പാറിലോട്ട് ആഡ് ചെയ്യാം. സുനു എങ്ങനെയുണ്ട് പറ, കളിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വന്നേന് എങ്ങനെയുണ്ട് പറയണേ. കോൺസെൻട്രേഷൻ ഇല്ലല്ലോ, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. 2 ദിവസം കൂടെ കഴിയുമ്പോൾ കസിൻസ് ഒക്കെ പോവും. അപ്പത്തേക്ക് എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുമെന്നാ. നമുക്ക് പിന്നെ ബാംഗ്ലൂരൊക്കെ പോവായില്ലേ. അപ്പൊ ഇത് കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മസാല തന്നെ ഇളക്കിയത് തന്നെ ആ സ്പൂൺ ഇട്ടത്. ഇവിടെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവനിൽ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് വെള്ളം പോലെ ആക്കാൻ ചൂടാക്കാൻ വെച്ചത് ഇട്ടിട്ട് മിക്സ്. സുഖം കൂടി ഇടങ്ങാം അല്ലേ സുഖം? ഇതിൽ തന്നെ ഇവിടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ വാട്ടിയെന്ന് എണ്ണയിലിട്ട് ആക്കിയില്ലേ, ഇനി ഇതിലേക്ക് ആഡ് ചെയ്യും. എൻ്റെ പൊടിക്കൈ വേറെ ഉണ്ട്, പോവല്ലേ. ഇപ്പൊ തന്നെ ഇത് ആഡ് ചെയ്ത ശേഷം എൻ്റെ വേറെ പൊടിക്കൈ എന്താണെന്ന് അറിയാൻ, നിങ്ങൾക്ക് കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും എന്തായിരിക്കുമെന്ന്. അങ്ങനെ അറിയില്ല എന്താ ഞാൻ ആടാക്കണം. എൻ്റെ മാസ്റ്റർ പീസ് അറിഞ്ഞൂടാ? അറിയാം. അതല്ല ഗൈസ്, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉപ്പ്. അല്ല, ഉപ്പ് ഞാൻ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. നേരത്തെ വാളംപുളി എടുക്കാൻ മറന്നു ഗൈസ്. അപ്പൊ വാളംപുളി നിങ്ങൾ പിഴിഞ്ഞു ഒഴിക്കണേ. വാളംപുളി നമ്മൾ എല്ലാം അടിക്കണേ.
വാളംപുളി. ഓ വാളംപുളി നമ്മൾ എന്തിനാന്ന് പറയാം, ആദ്യം വേവിക്കണ സമയത്ത് തന്നെ ഇതേതാ വാളംപുളി തരാതാ. അത് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് തിന്നാട്ടാ. പെമ്പിള്ളേര് അത് ഈ താളിച്ചില്ല അമ്മ, പെമ്പിള്ളേര് കാണാത്ത വായിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് സാമ്പാറിന് ഇടാൻ വാളംപുളി ഉണ്ടാവൂലായിരുന്നു. അപ്പൊ വാളംപുളി പറഞ്ഞതാണ്, സാമ്പാറിൽ വാളംപുളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വാളംപുളി കൂടുതൽ ഉപയോഗിക്കുമായിരുന്നു. മഷൂനൊക്കെ പിന്നെ പുളി അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒരു സാധാരണ ഒരു മീഡിയം അതിൽ ആഡാക്കണം. നമ്മൾ വേവിക്കണ സമയത്ത് തന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വെക്കണം മുമ്പ് തന്നെ എടുക്കുമായിരുന്നു. ഓ താളിക്കാൻ വേണം. ഇനിയാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്താണത്? പൊടിക്ക്. ഇത് ആരാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ബഷീർ ഉപ്പേട് പഠിപ്പിച്ചതാണ്. നമ്മ സാമ്പാറിൽ ഒരു പൊടിക്ക് മധുരം അല്ലെങ്കിൽ ജാഗറി, നമ്മുടെ ശർക്കര ആഡ് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് മധുരം വേണ്ട ഇങ്ങനെ അങ്ങനത്തെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാം സെയിം ആയി എടുക്കാറുണ്ട്. വാളംപുളി ചേർക്കാൻ മറക്കരുത് കേട്ടോ, വാളംപുളി ഞാൻ മറന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് തിളപ്പിക്കുകയും കൂടി ചെയ്യണം. എൻ്റെ സാമ്പാർ വേണ്ട, ഈ തിളക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇരുന്ന് കുറുക്കും. അപ്പോൾ ഇത്ര കുറുക്കും കൂടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം കൂട്ടിയെടുത്താൽ മതി. ലാസ്റ്റ് ഇതായ നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് എൻ്റെ സ്പെഷ്യൽ സാമ്പാർ റെഡി. മല്ലിയില ഇല്ലെങ്കിൽ സാമ്പാറല്ല, അത് വേറെ കാര്യമാണ്. മല്ലിയില ഇട്ടില്ലെങ്കിൽ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒന്നും കിട്ടൂല. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ കറി റെഡി ആയിട്ടുണ്ട്. മൈ സ്പെഷ്യൽ സാമ്പാർ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ സോനുവിന്റെ സ്പെഷ്യൽ സാമ്പാർ ഐ ആം ഗോണ ട്രൈ. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യണതാണ്. ആൻഡ് ഐ ലവ് ഇറ്റ്. അങ്ങനെയല്ലേ അവിടെ ഇൻട്രോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം സ്ലോ ആയിട്ട് സോനുവിന്റെ സാമ്പാർ അടിപൊളി സാമ്പാർ ഞാൻ കഴിക്കുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ എനിക്ക് അപ്പൊ തന്നെ കഴിക്കാൻ പറ്റില്ല. അതല്ല സോനു തന്നെ കൂട്ടാണ്ട് കഴിക്കണം. എനിക്കിപ്പോ ഒരു ഷൂട്ട് ഉണ്ട് അടുത്ത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് വേണം കുളിച്ച് റെഡി ആവാൻ. സോനു തന്നെ കൂട്ടാണ്ട് പറയാൻ ഞാൻ കഴിക്കട്ടെ ഗൈസ്. പറയാൻ വാതുറന്നുള്ളു ഗൈസ്, എനിക്ക് വിശക്കൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഫുള്ള് പറയട്ടെ, പറയാൻ സമ്മതിക്കൂല. നേരത്തെ ഇഡ്ഡലിയൊക്കെ നേരത്തെ 10 ഇഡ്ഡലി കഴിച്ചു ഗൈസ്. 10 ഇഡ്ഡലി അല്ല, അയ്യോ ഇഡ്ഡലി അല്ല, ഞാൻ ദോശ എടുത്തത്. എനിക്കപ്പോൾ ദോശ കഴിക്കാൻ തോന്നി. അപ്പോൾ ഒരു 3 ദോശ കഴിച്ച്, ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. വലിയൊരു 3 ദോശ എടുത്ത് പരത്തി എയർ ബൻഡൊക്കെ വെച്ചിരിക്കണോ. ഈ കുട്ടികളെ പിന്നെ ഞാൻ കാണിച്ചില്ലല്ലോ. കുട്ടികൾ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരത്? ഞാൻ ആരാണ് പുറകെ കൂടെ വന്നേന്ന്. ഞാനാണ് വേറെ ആരുമല്ല, ഞാനാണ് ഈ ഞാൻ. വർക്കൗട്ട് കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, ഒരു കൊള്ളില്ലാത്ത സാലഡ് ഉണ്ടാക്കി കഴിച്ചു ഗൈസ്. പിന്നെ ഒരു ടേസ്റ്റ് കൊള്ളില്ലെങ്കിലും ബോഡിക്ക് നല്ലതല്ലേന്ന് സമാധാനിച്ചിട്ട് കഴിച്ചു. ലുഡോ ഒന്നും നമ്മളില്ല, ഇപ്പം തന്നെത്താനെ കളിക്കുന്നു ഗൈസ്. 4 പേർക്ക് കളിക്കാവുന്ന ലുഡോ അല്ലേ? 6 പേർക്കുള്ളത് മറ്റേ ഹെക്സ. 6 is hexa, 7 is hepta, 8 is octa, 9 is nona, deca. 1 2 നോണക്ക് deca. 4 5 6 If I'm wrong, please. I'm sorry. ഞാൻ പോട്ടെ. ഇന്നെന്താണ്? That's it. ഇന്നത്തെ സോനുന്റെ ഡേ. ഞാനിവിടെ വന്ന് തുടങ്ങിയേ ഉള്ളൂ. ഇങ്ങനെ കിഡ്സ് പരിപാടി തുടങ്ങിയതാണ്. അതാ പറഞ്ഞ എന്റെ റെഡി ആവലും കഴിഞ്ഞു പോയി, വേറെ മാറ്റം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഞാൻ അതൊക്കെ വർക്ക് എടുക്കാനുണ്ട്. ഇവള് പറയണതിന്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു.
ഈ ഇവളുടെ വീഡിയോ കഴിഞ്ഞ് ഇനി ഒരു വർക്ക് എടുക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ നേരത്തെ ഞാൻ എന്താ പറഞ്ഞത് പിന്നെ കഴിക്കണം എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഷൂട്ട് എനിക്ക് അപ്പൊ വിശത്തില്ലല്ലോ. ഈ ഷൂട്ട് എടുക്കുന്ന സമയത്ത് എനിക്കൊരു വിറവല് വന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വേഗം കമ്മാന്ന് വിഴുങ്ങി വിട്ടിട്ട് അന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഉറക്കം വന്നു. ഒന്ന് സോഫയിൽ കിടന്നതാണ്, മയങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കണേ. മഷു വേറെ പരിപാടിയൊക്കെ തീർത്തിട്ട് റെഡിയായിട്ട് പരിപാടി മീൻസ് മുകളിൽ പണികളൊക്കെ എന്തൊക്കെ തീർത്തിട്ട് നിൽക്കണല്ലേ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞില്ലേ, വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷപ്പ് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ ഡിന്നർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഞാൻ എൻ്റെ വയറ് ഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. അതിനിടയിൽ മഴയും പെയ്യുന്നുണ്ട് പുറത്ത്. മഴ കാണും ഇപ്പം. അതിനിപ്പോൾ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞൂടാ. മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടണില്ല. അപ്പോൾ ടീം ഇൻ്റർവെലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് നോക്കി അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അണ്ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ കാണാറ്. ബൈ.